അങ്കണവാടി റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് CPM-നെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾ തള്ളിക്കളയണമെന്ന് CPM ഇരിട്ടി ഏരിയ കമ്മിറ്റി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പത്രക്കാരെ വിളിച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPIM-നെതിരെയും അതുപോലെ തന്നെ ഇരിട്ടി മുനിസിപ്പാലിറ്റിക്കെതിരെയും വ്യാപകമായ നിലയിലുള്ള തെറ്റായ കള്ളപ്രചരണങ്ങൾ ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാധ്യമങ്ങളുടെ വാർത്ത അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലിയ നിലയിലുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ഈ സമരത്തിന് അടിസ്ഥാന കാരണം എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കൃത്യമായ നിലയിലുള്ള ഒരു കാരണവും പറയാൻ പറ്റാത്ത നിലയിലാണ് മുനിസിപ്പാലിറ്റി ഈ സമരം സംഘടിപ്പിക്കപ്പെടുന്നത്. ഇവിടെ മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത, ഞങ്ങൾ നികത്തും തസ്തികയെല്ലാം ഞങ്ങളുടേതാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ CPM ഭരിക്കുന്ന, ഇപ്പോൾ CPM-നെ അടിവരയിട്ട് CPM എന്നുള്ള പാർട്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാതൃഭൂമി തയ്യാറാക്കിയിട്ടുള്ള ഒരു അജണ്ട ഇവിടെ നടപ്പിലാക്കുകയും ഇവിടെ പറയുന്നത് ഇരിട്ടി നഗരസഭയിൽ അംഗനവാടികളുടെ വർക്കർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിയമനത്തിൽ ഇവിടെ ഇരിട്ടിയിലെ മുനിസിപ്പാലിറ്റി ഭരണസമിതി അംഗങ്ങളെ CPM-ന്റെ ഇടപെടലിന്റെ ഭാഗമായി അവിടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വാർത്തയാണ് തെറ്റായ നിലയിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ചില കോട്ടിങ്ങുകളും അവർ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മളത് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇരിട്ടി നഗരസഭയിലെ ഈ അങ്കണവാടി വർക്കർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2012 അപേക്ഷ ക്ഷണിച്ചത്. അതിനുശേഷം ആളുകൾ അപേക്ഷ ക്ഷണിച്ചതിൻ്റെ ഭാഗമായി ഒരുപാട് ആളുകൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. 2023 ഇന്റർവ്യൂ നടക്കുന്നത്. ആ ഇന്റർവ്യൂ നടത്തി ഇവിടെ മാത്രമല്ല മറ്റിതര പഞ്ചായത്തുകളിൽ, ഇപ്പോൾ പായം പഞ്ചായത്തിലായാലും ഉളിക്കൽ പഞ്ചായത്തിലായാലും ആറളം പഞ്ചായത്തിലായാലും, ഇപ്പോൾ പായവും ഉളിക്കലും നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്താണ്. പക്ഷെ അത്തരം പഞ്ചായത്തുകൾക്കെതിരെ ഈ ടാർഗറ്റ് ഉണ്ടായിട്ടില്ല. പായം ആറളം നമ്മൾ ഭരിക്കുന്നതാണ്. അപ്പോൾ അത്തരം പഞ്ചായത്തുകൾക്ക് എതിരെ ഇക്കാര്യം വരുന്നില്ല. മുനിസിപ്പാലിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് CPM ഇവിടെ മാത്രം എന്തോ തെറ്റായ നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന പ്രചരണം സംസ്ഥാന വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു നോക്കിയാൽ ഇത് ഇരിട്ടി മുനിസിപ്പാലിറ്റി നടത്തുന്ന നിയമനമല്ല. അതാണ്, ഇരിട്ടി മുനിസിപ്പാലിറ്റി ഇതിനകത്ത് നിയമനം നടത്തുന്നില്ല. ICDS ഓഫീസ്, അതായത് ഇരിട്ടി വനിതാ ശിശു വികസന വകുപ്പ് പ്രൊജക്ട് ഓഫീസാണ് ഇതിൻ്റെ നിയമനം സംബന്ധിച്ച് ഉത്തരവും അതുപോലെ തന്നെ കാര്യങ്ങളുമെല്ലാം നടപ്പിലാക്കുന്നതിൽ മുനിസിപ്പാലിറ്റിക്ക് യാതൊരു പങ്കും നിലവിലില്ല. അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ഒരു പങ്കുമില്ലാത്ത ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ CPIM വർഷങ്ങളായി ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തെറ്റായ പ്രചരണം ഈ നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് PSC മാനദണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രസിദ്ധീകരിക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റാണ്, അല്ലാതെ മുനിസിപ്പാലിറ്റി പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റ് അല്ല. മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, ഇതര ഏത് പഞ്ചായത്തുകളായിക്കോട്ടെ, അവിടെ അവർക്ക് ഈ അംഗനവാടി വർക്കർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിനകത്ത്
അവർക്ക് 15 മാർക്ക് ഇടാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ബാക്കി 85 മാർക്കും വരുന്നത് സർട്ടിഫിക്കറ്റ് പരിശോധനയുടെ ഭാഗമായിട്ടാണ്. അതറിയാത്തവരെല്ലാം മാതൃഭൂമി, അതറിയാത്തവരെല്ലാം ഇവിടുത്തെ കോൺഗ്രസും ലീഗും അവരെല്ലാം ഭരിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ 15 മാർക്ക് മാത്രം ഇടാൻ വേണ്ടി സാധിക്കുന്ന 11 അംഗ ഇന്റർവ്യൂ. അതിനകത്ത് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട് അതിനകത്ത്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ആളുകളുണ്ട്, ഒരുപാട് 11 അംഗ ആളുകൾ ഉൾപ്പെടെയുള്ള ഇത്തരത്തിൽ ഇന്റർവ്യൂ നടത്തി ആ ഇന്റർവ്യൂയുടെ ഭാഗമായി ഇവിടെ മാർക്കിടുകയാണ്. അങ്ങനെ മാർക്കിടുമ്പോൾ ആ മാർക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും അടിസ്ഥാനത്തിലെടുത്ത മാർക്കല്ല. ഇവർക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനയുടെ ഭാഗമായി കിട്ടുന്ന മാർക്കും അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ അതിന്റെ ഭാഗം അതോടൊപ്പം കൂടിച്ചേർന്നുകൊണ്ട് ഇന്റർവ്യൂയുടെ ഭാഗമായി കിട്ടുന്ന മാർക്കും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്താ? നിതിന 1ാമത്തെ റാങ്ക് ലിസ്റ്റിൽ വന്നു, CDS ചെയർപേഴ്സണാണ്. CDS ചെയർപേഴ്സണാണ് എന്നുള്ളത് കൊണ്ട് 1ാമത്തെ റാങ്ക് ലിസ്റ്റിനകത്ത് നിതിനൊക്കെ വന്നുകൂടാ എന്ന് മാതൃഭൂമി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള വലതുപക്ഷ രാഷ്ട്രീയ പത്രങ്ങൾ പറഞ്ഞാൽ, ഇവിടുത്തെ ലീഗ് പറഞ്ഞാൽ, ഇവിടുത്തെ കോൺഗ്രസ് പറഞ്ഞാൽ, ഇവിടുത്തെ BJP പറഞ്ഞാൽ, ഇവിടുത്തെ മറ്റു പാർട്ടിക്കാർ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അങ്ങനെ വന്നുകൂടാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾ കാണേണ്ടത്, ഞങ്ങള് ഈ ഇത്രയും പത്രക്കാരെ മുമ്പിൽ വെച്ച് ഞങ്ങൾ പറയുന്നത്, ഞങ്ങള് ഇവിടെ ഇത്തരത്തിലുള്ള തെറ്റായ വാർത്ത കൊടുത്തവരെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു, നിങ്ങൾക്ക് ഈ വിഷയത്തിനകത്ത് ഇത് ശരിയല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കും. അപ്പൊ നമുക്ക് കാണാം. നിങ്ങൾ തെളിയിക്കും എന്ത് കാര്യമാണ് നടന്നിട്ടുള്ളത്. ഒരു കാര്യം നടന്നിട്ടില്ല. ഇവിടെ എന്താ ഇതിന്റെ മാർക്കിന്റെ മാനദണ്ഡം തന്നെ ഇവിടെയുണ്ട്. ആദ്യത്തെ തവണ പാസ്സായാൽ അവർക്ക് 70 മാർക്കാണ് 100 മാർക്കിൽ. SSLC ആദ്യത്തെ തവണ പാസ്സായാൽ അവർക്ക് 70 മാർക്കുണ്ട്. SSLC 2ാമത്തെ തവണയാണ് പാസ്സാകുന്നതെങ്കിൽ 70 മാർക്ക് എന്നുള്ളത് അത് 3 മാർക്ക് കുറയുകയാണ്. 67 മാർക്കായി അത് കുറയും SSLC പാസ്സായി കഴിഞ്ഞ്. ഇപ്പൊ ഇവിടെ എന്താ, ഇപ്പൊ നഴ്സറി ടീച്ചർ ട്രെയിനിങ്ങിന്റെ കോഴ്സ് പാസ്സായി വന്ന 2 ആളുകളാണ് ഇതിൽ ഫസ്റ്റ് ഉൾപ്പെട്ടത്. അവർക്ക് 3 മാർക്ക് എക്സ്ട്രാ ഉണ്ട്. നിങ്ങൾ അതിന്റെ മാനദണ്ഡം എടുത്ത് നോക്കണം. നിങ്ങള് തെറ്റായ നിലയിൽ വാർത്ത കൊടുക്കുന്ന ആളുകൾ അതിന്റെ മാനദണ്ഡം എടുത്ത് നോക്കണം. 3 മാർക്ക് അതിന് പ്രത്യേകമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വരുന്നത്. അതിന്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവര് ഇതിന്റെ ഭാഗമായി വരികയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു, എന്തോ CDS ചെയർപേഴ്സൺ ആയി എന്നുള്ളത് കൊണ്ട് അവർക്ക് നഴ്സറി ടീച്ചർ ട്രെയിനിങ്ങിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയോ അവർക്ക് അപേക്ഷയിൽ കൊടുക്കുകയോ, അപേക്ഷ ഇപ്പൊ ഒന്നല്ല കൊടുക്കുന്നത്, 2012 മുതലേ അപേക്ഷ കൊടുക്കുന്നുണ്ട്. ബാബോട്ട 2012 മുതലേ അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് ചെയർപേഴ്സൺ ആയതെപ്പാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട കിട്ടണ്ടെന്നാണോ നമ്മൾ പറയേണ്ടത്? അവര് മാനസികമായി ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ കണ്ട് അവര് വലിയ പ്രയാസത്തിലാണ്. എന്താ, അവര് ജനുവിലായി അവർക്ക് ഇവിടെ മാർക്ക് കിട്ടിയത്, അവർക്ക് കൂടിക്കാഴ്ചയുടെ മാർക്ക് കിട്ടിയത് 13.400 മാർക്കാണ് അവർക്ക് കിട്ടിയത്. 13 കൂടിക്കാഴ്ച 15 മാർക്കില്. സർട്ടിഫിക്കറ്റ് പരിശോധനയുടെ ഭാഗമായിട്ടാണ് അവർക്ക് 73 മാർക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാമല്ലോ. നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേക താല്പര്യമുള്ള ആളുകൾ പരിശോധിച്ചു നോക്ക്. 73 മാർക്ക് അടിവരിട്ട് ചോദിച്ചാൽ എല്ലാവരും മറുപടിയാണ്. നിങ്ങൾ നോക്ക്, അവരെ ലിസ്റ്റ് നിങ്ങൾ പത്രക്കാർ പോയി ചോദിച്ചാൽ CDPO തരുന്നു. നിങ്ങൾ ചോദിച്ചു നോക്ക് ചിലപ്പോ എന്താ കാര്യം എന്നുള്ളത്. അപ്പൊ ചെയർപേഴ്സൺ ആകെ ഇടിച്ചില്ലാണ്ടാക്കുകയാണ്. അയാൾ ചെയർപേഴ്സൺ ആയിപ്പോയി. അതായത് CPM-ന്റെ ഒരു അനുഭാവിയായി എന്നുള്ളത് കൊണ്ട് CPM എന്ന് പറയുന്ന പാർട്ടിയോടുള്ള ശത്രുത മൂത്ത് ഈ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇപ്പൊ മാതൃഭൂമിയിൽ കുറച്ചായിട്ട് ഈ വാർത്ത തന്നെയാണ് വരുന്നത്. മുനിസിപ്പാലിറ്റിക്കെതിരെ കഴിഞ്ഞ 1-2 തവണയായിട്ട് മാതൃഭൂമിയിൽ തെറ്റായ വാർത്ത വരികയാണ്. ഒരു കാര്യം, PSC മാനദണ്ഡമനുസരിച്ചാണ് റാങ്ക് പട്ടിക ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടിക്കാഴ്ചയിലും സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ ലഭിച്ച മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യ റാങ്കുകാരിക്ക് നിയമനം നൽകിയ ശേഷം സംവരണ തത്വം അനുസരിച്ച് 10ാം റാങ്കുകാരിക്കാണ് നിയമനം നൽകിയിരിക്കുന്നത്. 2ാം റാങ്കുള്ള നഗരസഭാ അംഗത്തിൻ്റെ ഭാര്യ ST വിഭാഗത്തിൽപ്പെട്ടവരാണ്. CPM-ന്റെ ശുപാർശ പ്രകാരമാണ് ഇതെല്ലാം നടന്നതെന്ന രീതിയിലുള്ള നെറികെട്ട പ്രചാരണമാണ് നടക്കുന്നത്.
വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉണ്ടാക്കുന്ന സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. കാര്യങ്ങൾ വളച്ചൊടിച്ച് മാതൃഭൂമി ഉണ്ടാക്കിയ വാർത്തയാണ് UDF-BJP സമരത്തിന് ഇന്ധനമാകുന്നത്. ഇത്തരം നെറികെട്ട കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാതൃഭൂമിയുടെ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഏരിയ സെക്രട്ടറി KV സക്കീർ ഹുസൈൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PP അശോകൻ, YY മത്തായി, ES സത്യൻ, KG ദിലീപ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.